ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലം കേരളത്തെ സംബന്ധിച്ച് ഞെട്ടലുകളുടെ കാലമാണ്. 10 വർഷത്തോളം ദേവികുളം MLA ആയിരുന്ന എസ് രാജേന്ദ്രന്റെ BJP-യിലേക്കുള്ള വരവ്, ഇടത് സൈദ്ധാന്തികനായിരുന്ന റജി ലൂക്കോസിന്റെ BJP-യിലേക്കുള്ള വരവ്, ഇതൊക്കെ രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച വാർത്തകളാണ്. ശശി തരൂർ ഇനി ഞെട്ടിക്കുമോ എന്ന് കാത്തിരിക്കണം. ഞെട്ടിക്കാനാണ് സാധ്യത. ഇപ്പോഴത്തെ ഞെട്ടൽ മറ്റൊന്നാണ്. 2020-യുടെ BJP-യിലേക്കുള്ള വരവ്. 2020 BJP-യുടെ സഖ്യകക്ഷിയായി. അമിത്ഷാ കേരളത്തിലെത്തിയതോടുകൂടിയാണ് അതിനുള്ള നീക്കങ്ങൾ ശക്തമായത്. കേരള രാഷ്ട്രീയത്തെ അമ്പരപ്പിച്ച വമ്പൻ നീക്കം എന്നാണ് അതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിശേഷിപ്പിക്കുന്നത്. 2020 NDA-യിൽ ചേർന്നത് രാജീവ് ചന്ദ്രശേഖറിന്റെ സാന്നിധ്യത്തിൽ ഇന്നലെയായിരുന്നു. ഇന്ന് കേരളത്തിലെത്തിയ മോദിക്കുള്ള വമ്പൻ സമ്മാനമായിരുന്നു 2020-യുടെ പ്രവേശനം. മോദിയുടെ വേദിയിൽ സാബു ജേക്കബിന് സ്ഥാനവുമുണ്ടായിരുന്നു. മോദിയാണ് ഈ പ്രവേശനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. സംഘടനാപരമായി ശക്തി കുറഞ്ഞ എറണാകുളത്ത് കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് ഈയൊരു പ്രവേശനത്തോടുകൂടി BJP പ്രതീക്ഷിക്കുന്നു. 2020-യെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ സംഘടിതമായ നീക്കം നടന്ന സാഹചര്യത്തിലാണ് NDA-യിൽ ചേരാൻ തീരുമാനിച്ചതെന്ന് സാബു ജേക്കബ് അഭിപ്രായപ്പെട്ടു. വികസിത കേരളം എന്ന ലക്ഷ്യം നേടാൻ 2020 ഒറ്റയ്ക്ക് നിന്നാൽ പോരെന്നും ശക്തമായ കൂട്ടാളി വേണമെന്നും അതുകൊണ്ടാണ് NDA-യോടൊപ്പം ചേർന്ന് നിൽക്കുന്നതെന്നും സാബു ജേക്കബ് അറിയിച്ചു. ഈ നിർണായകമായ നീക്കത്തിന് പിന്നിൽ അമിത്ഷായാണ്. തിരുവനന്തപുരം നഗരസഭയുടെ BJP-യുടെ ഉജ്ജ്വല വിജയം ആഘോഷിക്കാൻ തിരുവനന്തപുരത്ത് എത്തിയ അമിത്ഷാ സാബു ജേക്കബുമായി കൂടിക്കാഴ്ച നടത്തി. തുടർന്നുള്ള ചർച്ചകളിലാണ് 2020-ക്ക് NDA-യിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കിയത്. 2020-യുടെ വരവ് BJP-ക്ക് എറണാകുളത്ത് തീർച്ചയായും ഗുണം ചെയ്യുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. BJP-യും അങ്ങനെ തന്നെ ഉറപ്പിക്കുന്നു. 6 പഞ്ചായത്ത് ഭരിച്ചിരുന്ന 2020 ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോടുകൂടി 4 പഞ്ചായത്തിലേക്കായി ചുരുങ്ങിയിരിക്കുന്നു. ഐക്കരനാട്, തിരുവാണിയൂർ, കിഴക്കമ്പലം, പൂതൃക്ക പഞ്ചായത്തുകളിലാണ് 2020 ഇപ്പോൾ ഭരിക്കുന്നത്. കുന്നത്ത് നാടും മുഴുവന്നൂരും UDF പിടിച്ചെടുത്തു. പലയിടത്തും 2020-ക്കെതിരെ UDF, LDF ഒന്നിച്ച് മത്സരിക്കുകയായിരുന്നു. ഇതിനെ പ്രതിരോധിക്കാനാണ് 2020 BJP-യിൽ ചേർന്നത് എന്ന് സാബു ജേക്കബ് അറിയിച്ചു. ആസന്നമായ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന BJP-യെ സംബന്ധിച്ചിടത്തോളം 2020-യുടെ പ്രവേശനം വൻ നേട്ടമാണ്. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സാബു ജേക്കബ് NDA സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ട്. 2020-യുടെ BJP പ്രവേശനത്തോടുകൂടി 2020-യിൽ പിളർപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ LDF-ഉം UDF-ഉം ആരംഭിച്ചു കഴിഞ്ഞു. എത്രത്തോളം വിജയിക്കും എന്ന് കണ്ടറിയണം. മോദിയുടെ വരവിന് മുമ്പുള്ള സർപ്രൈസാണ് 2020-യുടെ NDA പ്രവേശനമെന്നും രാഷ്ട്രീയ കേരളം ഇനിയും ഒരുപാട് സർപ്രൈസുകൾ കാണാനിരിക്കുന്നു എന്നും രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. എന്നാൽ 2020-യെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരീക്ഷണ ഘട്ടമാണ്. ഇതൊന്ന് പാളിയാൽ രാഷ്ട്രീയ കേരളത്തിൽ 2020 അപ്രസക്തമായേക്കാം. എന്തായാലും 2020-യുടെ NDA പ്രവേശനം ആശങ്കയോട് തന്നെയാണ് മറ്റ് കക്ഷികൾ കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിജയവും അതുപോലെ വികസന നയരേഖയും പ്രഖ്യാപിക്കാൻ തിരുവനന്തപുരത്തെത്തിയ നരേന്ദ്രമോദി 4 അതിവേഗ ട്രെയിനുകൾ ഫ്ലാഗ് ഓഫ് ചെയ്തു. പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനവും പ്രഖ്യാപനങ്ങളും കേരളത്തിൽ BJP-യുടെ വലിയൊരു കുതിപ്പിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും നിയമസഭാ ഇലക്ഷന് 3 മാസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ രാഷ്ട്രീയ കേരളം കൗതുകത്തോടെ നോക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇനി ആരൊക്കെ ഏതൊക്കെ കക്ഷികളിൽ എങ്ങോട്ടൊക്കെ കൂറുമാറ്റം, എങ്ങോട്ടൊക്കെ ചാഞ്ചാട്ടം, എവിടെയാണ് വിജയം, ആര് കേരളം ഭരിക്കും, കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.